ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നും കാൽനട യാത്രയിലാണ്. ഇന്നത്തെ വിശേഷം എന്താണെന്നറിയാം, എന്താ സലാം ചൊല്ലാത്ത വീഡിയോ എടുക്കുമ്പോന്ന് അറിയണ ഒരാൾ വീഡിയോയിൽ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചിട്ടാ. അപ്പോൾ സലാം ചൊല്ലാത്തതിൻ്റെ കാര്യം, നമ്മളെ വീഡിയോ നമ്മൾ അങ്ങനെ മുസ്ലിങ്ങൾ മാത്രമൊന്നല്ലല്ലോ കാണുക, എല്ലാവരും നമ്മുടെ വീഡിയോ കാണൂലേ. അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മൾ അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവാത്ത ആൾക്കാരും ഉണ്ടാവും. എല്ലാവർക്കും മനസ്സിലാവില്ല എന്നല്ല, മനസ്സിലാവാത്ത ആൾക്കാരും ഉണ്ടാവും അല്ലേ. ഇത് പണ്ടത്തെ ഈ പൂ കണ്ടോ, ഈ പണ്ടത്തെ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് ഇതിനെന്താ പേരെന്നൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങളൊക്കെ കടലാസ് പൂവ് എന്നിട്ടന്ന് ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ പറഞ്ഞിരുന്നു കടലാസ് പൂവാന്ന്. പക്ഷെ ഇന്ന് ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല. ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഓമനിച്ച് വളർത്തണമൊക്കെ കാണാണ്ട്, എന്താ പറയാന്നൊന്നും അറിയില്ല. അതാണ് കടലാസ് പൂവാണ് ഇട്ടത്. ഒക്കെ വേറെ വേറെ നാട്ടിലൊക്കെ വേറെ ജില്ലകളിലൊക്കെ വേറെ വേറെ പേരുണ്ടാവും, അറിയില്ല. ഞങ്ങളൊക്കെ അന്ന് ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ കടലാസ് പൂവ് എന്നാണ് പറഞ്ഞിരുന്നത്. പൂവ് കളഞ്ഞു. എന്തായാലും കുടയുണ്ട്, നല്ല വെയിലാണ്. അപ്പോൾ കുട കൈ പിടിക്കണം, പൂവും കൂടി പിടിക്കാൻ പറ്റണില്ല. നമ്മൾ പറഞ്ഞു എന്താ വെച്ചാൽ, ഞാനിതേപോലെ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ വന്നിട്ട് മെസ്സഞ്ചറിൽ, FBയുടെ മെസ്സഞ്ചറില്ലേ, അതിൽ വന്നിട്ട് സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പം അതിൻ്റെ മുന്നേ എപ്പോഴോ ഇതുപോലെ ചാറ്റ് ചെയ്തിട്ടുണ്ട്, ആളുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. പെണ്ണെന്നാണ് ബാക്കിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വന്നിട്ട് ചോദിച്ച് സുഖമാണോ എന്ന്. അപ്പം ഞാൻ അൽഹംദുലില്ലാ എന്ന് ടൈപ്പ് ചെയ്ത്, അപ്പോൾ റിട്ടന് മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ അറബി ഭാഷയുടെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല, എന്നാലും ഞാൻ വിചാരിക്കുകയാണ് സുഖമായിട്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിചാരിക്കുകയാണെന്ന് വന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അതാണ് കാര്യം. ചില ഏരിയകളിൽ മുസ്ലിങ്ങളില്ലാത്ത ഏരിയകളുണ്ടാവും. ഒരു ജില്ലയിൽ തന്നെ ചില ഏരിയകളിൽ മുസ്ലിങ്ങളില്ലാത്ത ഏരിയകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ മുസ്ലിങ്ങളുടെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നോമ്പിനെന്താ കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്കറിയില്ല. മുസ്ലിങ്ങളായിട്ട് ടച്ചില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് അയൽവാസികളൊന്നും മുസ്ലിങ്ങളുണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. നമ്മളെ വീഡിയോ കാണുന്ന പല ആൾക്കാരാണ്, അതുകൊണ്ടാണ് സലാം ചൊല്ലാത്തത്. അതുകൊണ്ടാണ് സലാം അത് വീഡിയോ എടുക്കുമ്പോൾ സലാം ചൊല്ലാത്തേട്ടാ. അപ്പം അങ്ങനെ അറിയാത്തവരുണ്ടാവും. പിന്നെ എല്ലാവരും കാണുന്നതല്ലേ, വീഡിയോ എല്ലാവരും കാണും. അപ്പോൾ പിന്നെ ഏതോ ഒരു ഉസ്താദ് പറയണ കേട്ട്, പെണ്ണുങ്ങൾ ആണുങ്ങളോട് സലാം ചെല്ലാൻ പാടില്ല, ആണുങ്ങൾ പെണ്ണുങ്ങളോട് സലാം ചെല്ലാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയണത് ഒരു വീഡിയോയിൽ ഇതേപോലെ കണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആണുങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടാവും, പെണ്ണുങ്ങൾ കാണുന്നവർ. നമ്മളിപ്പോൾ പെണ്ണുങ്ങൾ കാണാൻ മാത്രമായിട്ടല്ലല്ലോ വീഡിയോ ഇടുന്നത്, ആണുങ്ങളും കാണുമല്ലോ വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ ആ പരിപാടിയെ വേണ്ടാന്ന് വെച്ചാൽ കാര്യം കഴിഞ്ഞില്ലേ. അതുകൊണ്ടാണ് സലാം ചൊല്ലാത്തത്. അപ്പോൾ അതാണ് ഇന്നത്തെ കാൽനട യാത്രയിലെ വിഷയം. വീടെത്താനായി, നല്ല വെയിലാണ്. എൻ്റെ വീടിൻ്റെ അടുക്ക് പോണ അടയാളം ഇതാണ് കേട്ടോ, ഈ വേലിയാണ് കണ്ടോ, ഈ വേലിയാണ് എൻ്റെ വീടിൻ്റെക്ക് പോകണ. എൻ്റെ ഒരു സൈഡ്, 2 സൈഡിൽ കൂടെ വഴിയുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ കൂടെയുള്ള വഴി ഇതാണ്, ഈ നെറ്റ് കെട്ടിയതാട്ടോ. പിന്നെ മറ്റേ വഴി ഞാൻ വേറെ
കാണിച്ചു തരുന്നുണ്ട്. ഇനി ആ വശത്തേക്ക് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാറില്ല. വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഈ വഴിയെ പോലെ. അപ്പോൾ അങ്ങനെ വേണ്ട, ഞാൻ പറഞ്ഞ കടലാസ് പൂവ് ഇപ്പം എല്ലാവരും നല്ല ഓമനിച്ച് വളർത്തുന്നത്. അപ്പം അതാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു.